ഉദയംപേരൂർ സൂനകദോസ് പള്ളിയിലെ ജൂലൈ 20 ഞായറാഴ്ച നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പരിശുദ്ധ കുർബാനയോടുള്ള തികഞ്ഞ അവഹേളനമെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ. സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ തീരുമാനം അനുസരിച്ച് വളരെ സമാധാനപരമായി നിലവിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉദയംപേരൂർ സൂനകദോസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കുന്നതിനുള്ള ആവശ്യമുന്നയിച്ച കുർബാന മധ്യേ അവിശ്വാസികൾ പോലും ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയവർ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൗദാശിക ജീവിതത്തെ അപമാനിക്കുകയായിരുന്നു. നിലവിൽ സഭാ സിനഡിന്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനയർപ്പണം നടക്കുന്ന ദേവാലയങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഇത്തരം നീക്കം പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രൂപ്പുകൾ സഭാ സംവിധാനങ്ങളെയും അധികാരികളെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നത് സഭയിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകരുത് എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് എന്ന് നാം സംശയിക്കേണ്ട സാഹചര്യമാണ്. കത്തോലിക്കാ സഭയിൽ ഏത് വിഷയവും ക്രൈസ്തവ ചൈതന്യത്തിൽ സംസാരിച്ച് തീർക്കുവാൻ അവസരമുണ്ടായിരുന്നിട്ടും പ്രതിഷേധങ്ങൾ അങ്ങേയറ്റം അനാദരവിലേക്കും ദൈവനിന്ദയിലേക്കും കടക്കുന്നത് ഈ സമരമുഖങ്ങളിൽ തികഞ്ഞ സഭാവിരുദ്ധരും ദൈവദൂഷകരുമായ വ്യക്തികൾ കടന്നുകൂടി എന്നതിൻ്റെ തെളിവാണ്. സീറോ മലബാർ സഭയെ തകർക്കുക എന്ന ദുഷ്ട ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ തിരുസഭ അതിൻ്റെ ജീവൻ കണ്ടെത്തുന്ന ഏറ്റവും പരമമായ ആരാധനയും കൃതജ്ഞതാ പ്രകാശനവുമായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിലും പരിശുദ്ധമായ ദേവാലയത്തിൽ അനാദരവോടെ പെരുമാറുന്നതിനും സഭാ അധികാരികളെ ഏത് രീതിയിലും അവഹേളിക്കുന്നതിനും മടിക്കാത്തവരായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ആത്മബലിയുടെ ഓർമ്മയും പുനരവതരണവുമായ കുർബാന മധ്യേ പോലും പ്രതിഷേധം നടത്താനും പരസ്പരം ഏറ്റുമുട്ടാനും തക്കവിധം നാം ദൈവഭയവും ദൈവവിശ്വാസവുമില്ലാത്തവരായി മാറി എന്നത് അങ്ങേയറ്റം ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ആരാധന മധ്യേ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളെ ദേവാലയങ്ങളിൽ നിന്നും കുർബാനയിൽ നിന്നും അകറ്റാനുള്ള ഗൂഢലക്ഷ്യം ഇത്തരം പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഭയെയും പരിശുദ്ധ കുർബാനയെയും പൊതുസമൂഹത്തിൽ അവഹേളിക്കുവാൻ മടിക്കാത്ത ഈ പുതിയ പ്രവണതയ്ക്കെതിരെ തികഞ്ഞ ജാഗ്രത വിശ്വാസികൾ പുലർത്തേണ്ടതുണ്ട്. മിശിഹായുടെ സഭയ്ക്ക് വേണ്ടിയോ കത്തോലിക്ക സത്യവിശ്വാസത്തിനു വേണ്ടിയോ അല്ല, അവരവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം ദൈവനിന്ദാപരമായ പ്രതിഷേധങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന വാക്കുകളിലൂടെയാണ് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്.